ഹായ്, എല്ലാവർക്കും ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫീമെയിൽ സ്റ്റെറിലൈസേഷനെ കുറിച്ചാണ്, പോസ്റ്റ്മോർട്ടം സ്റ്റെറിലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രസവം നിർത്തുന്നതിനെ പറ്റി ആയിട്ടാണ്. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് ഉണ്ടോ, അങ്ങനെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കാരണം എനിക്കിപ്പം 35 വീക്സ് റണ്ണിങ് ആണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയപ്പം ഡോക്ടറിൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയാണ്. ഡോക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, പ്രസവം നിർത്താനായിട്ട് പ്ലാനുണ്ടോ, ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടോപ്പിക് ഇന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവർക്കും എനിക്കും അതുപോലെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പ്രസവം നിർത്തൽ, അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കണം. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇപ്പം എൻ്റെ ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ സെക്കൻഡും അത് തന്നെ അവർ ചെയ്യുന്നുള്ളൂ. ഇവിടെ അങ്ങനെ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ ചെയ്തിട്ട് പിന്നെ നോർമൽ ഡെലിവറിക്ക് അങ്ങനെ അവർ ട്രൈ ചെയ്യുന്ന ആൾക്കാരല്ല. അവർ ആദ്യമേ എന്നോട് ഞാൻ കൺസൾട്ട് ചെയ്യാൻ ആദ്യത്തെ ചെക്കപ്പിന് ചെന്നപ്പോഴേ അവർ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് സെക്ഷൻ ആണെങ്കിൽ രണ്ടാമതും അത് തന്നെയാണ് ചെയ്യുള്ളൂ എന്നുള്ളത് എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പം എന്നോട് ഡെലിവറി നിർത്തുന്നതിന് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിസേറിയൻ ചെയ്യുമ്പോൾ തന്നെ നിർത്തുവാണെങ്കിൽ അങ്ങനെ നിർത്താം, അല്ലെങ്കിൽ പിന്നെ അവരവിടെ ചെയ്യത്തില്ലെന്ന്, അവനെ വേറെ ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പം നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ അവരോട് ഇപ്പം നമ്മുടെ ഈ സിസേറിയന് മുന്നേ പറയുവാണെങ്കിൽ അവർ ആ ഒറ്റ പ്രൊസീജിയറിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രസവം നിർത്തുന്ന പരിപാടി ആ കൂട്ടത്തിൽ തന്നെ അവർ ചെയ്യും. പിന്നെ നമുക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാമല്ലോ. അപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിർബന്ധമില്ല, ഇപ്പം നമുക്ക് വീണ്ടും ഒരു കുഞ്ഞിന് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല. അതല്ല മറ്റ് കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് നമുക്ക് എന്തെങ്കിലും താല്പര്യമില്ല, 2 കുട്ടികൾ മതി, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിർത്തണമെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന അനുസരിച്ചാണ്. അതല്ല ഇപ്പം നിർത്തേണ്ട, പിന്നീട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട് എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ ആലോചിച്ചിട്ട് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രസവം നിർത്തുക എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം, നിർത്തണ്ട, കണ്ടിന്യൂ ചെയ്യാം. അതല്ല ഈ നിർത്താതെ തന്നെ കുറേ പേര്, ഇപ്പം നോർമൽ ഡെലിവറി നടക്കുന്നവരാണെങ്കിലും കുറേ പേരും അങ്ങനെ നിർത്താറൊന്നുമില്ല. അവർ ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതുള്ളൂ. നമ്മളായിട്ട് തന്നെ ശ്രദ്ധിച്ച് മുൻപോട്ട് കൊണ്ടുപോയി മറ്റൊരു പ്രഗ്നൻസിക്ക് ആവാണ്ട് നോക്കുക എന്നുള്ളതാണ്. പക്ഷെ ചിലർ നിർബന്ധമായിട്ട് നിർത്തും. മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവരോ അങ്ങനെയൊക്കെയുള്ളവർ ചിലർ നിർത്താറുമുണ്ട്. അപ്പം നമ്മളാണ് ഇതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത്, വേണോ വേണ്ടെങ്കിൽ. പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ചിലർ പല ബുദ്ധിമുട്ടുകളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിർത്തിയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഫീമെയിൽസിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് പ്രസവം പെർമനൻ്റ് ആയിട്ട് നിർത്തുന്ന രീതി എന്താണ്, അതിലെന്താണ് ചെയ്യുന്നത്, എന്താ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതായത് ട്യൂബൽ ലിഗേഷൻ എന്ന് പറയും. അതായത് നമുക്കറിയാം, യൂട്രസിലേക്ക് നമുക്ക് 2 ഓവറി ഉണ്ട്, അതായത് 2 അണ്ടാശയങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നും യൂട്രസിലേക്ക് കണക്ട് ചെയ്യുന്ന, ഗർഭപാത്രത്തിലേക്ക് കണക്ട് ചെയ്യുന്ന 2 ഫാലോപ്പിയൻ ട്യൂബുകളുണ്ട്. ഓരോന്നിനും ഓരോ ഫാലോപ്പിയൻ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫാലോപ്പിയൻ ട്യൂബ് വഴിയാണ് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവർ യൂട്രസിലേക്ക് എത്തുന്നതും അവിടെ എത്തി അവിടെ പറ്റിപ്പിടിച്ച് വളരും, കുഞ്ഞുണ്ടാവുന്നതും എല്ലാം അങ്ങനെയാണ്. അപ്പം യൂട്രസും ഓവറിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്യൂബാണ് ഫാലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഈ ട്യൂബ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ പ്രൊസീജിയറിൽ ചെയ്യുന്നത്. ഒന്നുകിൽ ഈ ട്യൂബ് കട്ട് ചെയ്തിട്ട് കോട്ടറൈസ് ചെയ്യും, അതായത് ഇങ്ങനെ കഴിച്ച് കളയുന്ന രീതി ചെയ്യും. അല്ലെങ്കിൽ ഈ ട്യൂബ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട്, ഞാനിവിടെ പിക്ചർ കാണിക്കാം, ട്യൂബ് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ പിടിച്ചു വെച്ചിട്ട് അതിലേക്ക് അത് ടൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു സാധനം കൊണ്ട്
ആ ലൂപ്പ് പിടിച്ച് കെട്ടിവെക്കും. അപ്പോൾ പിന്നെ ആ ട്യൂബ് ബ്ലോക്കായി, അതായത് അവിടെ നിന്ന് ഓവും യൂട്രസിലേക്ക് എത്താത്ത രീതിയിലേക്ക് ആ 2 ഫാലോപ്പിയൻ ട്യൂബും അവരങ്ങനെ ചെയ്ത് വെക്കും. അപ്പോഴത്തേക്കും പിന്നെ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 99% പിന്നെ പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയറാണ്. അപ്പം അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്ക് അപ്പം ഈ ഇത് ലാപ്രോസ്കോപ്പി വഴിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ലാപ്രോസ്കോപ്പിക് മെത്തേഡാകുമ്പം ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് നമ്മുടെ ബെല്ലി ബട്ടൻ്റെ താഴെ ചെറിയ ഇൻസിഷൻ ഇട്ടിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അല്ലാതെ ഓപ്പണായിട്ട് ചെയ്യുന്നതുണ്ട്, അത് കുറച്ചും കൂടെ പാടാണ്. നമ്മളാരും അങ്ങനെ ഓപ്പൺ അങ്ങനെ കൂടുതലാരും പ്രിഫർ ചെയ്യില്ല, റേറ്റും വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ ചെറിയ പ്രൊസീജിയറാണ്, കാര്യമായിട്ടുള്ളൊരു റെസ്റ്റൊന്നും അവർ പറയുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ സിസേറിയൻ്റെ കൂടെ സിസേറിയനുള്ള ഒരാളാണെങ്കിൽ സിസേറിയൻ്റെ കൂടെ ചെയ്യുവാണെങ്കിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ട്യൂബൽ ലിഗേഷൻ വഴി പ്രസവം നിർത്താം. ഇനി ചിലവർക്ക് നിർത്തിക്കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നത് അയ്യോ എനിക്ക് ഇനി ഒരു കുഞ്ഞുകൂടെ വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വീണ്ടും പ്രഗ്നൻ്റ് ആവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറൊരു സർജറി, അതായത് റീകാനലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. മൈക്രോ ട്യൂബൽ സർജിക്കൽ ട്യൂബൽ റീകാനലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളിപ്പം ടൈ ചെയ്ത് വെച്ചാൽ നമ്മൾ ട്യൂബ് ടൈ ചെയ്ത് വെക്കുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് ചെയ്തതെങ്കിൽ അത് ആ ടൈ അഴിച്ചു മാറ്റിയിട്ട് വീണ്ടും പഴയപടിയാക്കുക, അതായത് ഫെലോപ്പിയൻ ട്യൂബും യൂട്രസും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലോട്ട് വീണ്ടും ഒരു സർജറി വഴി ചെയ്യുക എന്നുള്ളതാണ് റീകാനലൈസേഷൻ എന്ന് പറയുന്നത്. അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സംഭവം ക്ലിയർ ചെയ്ത് വിടുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ IVF ആണ്. അതായത് വേർതിരിച്ചെടുത്ത് പുറത്ത് ലാബ് സഹായത്തോടു കൂടി ലാബോറട്ടറിയിൽ വെച്ച് അത് ഭ്രൂണമാക്കി വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ആ ഒരു വഴി ആണ് ഈ പറഞ്ഞ പോലെ വീണ്ടും ഇതൊക്കെ ചെയ്തവർക്ക് വീണ്ടും പ്രഗ്നൻസി വീണ്ടും വേണമെന്ന് തോന്നുന്നവർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇതിനൊക്കെ പോകുന്നതിലും ഭേദം നിങ്ങൾ തീരുമാനം എടുക്കുമ്പം ആലോചിച്ച് കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെയും നമ്മളിതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. നിങ്ങൾക്ക് നിർത്തണോ വേണ്ടതെന്ന് ശരിയായിട്ട് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറേ പേരോടൊക്കെ പലരോടും അന്വേഷിച്ച് കഴിഞ്ഞപ്പം സിസേറിയൻ ചെയ്തവരാണെങ്കിൽ ഒരു 3 സിസേറിയൻ ആകുമ്പം ചിലവർ ആ 3ാമത്തെ സിസേറിയൻ്റെ കൂടെ തന്നെ നിർത്താറുണ്ട്, ചിലർ നിർത്താറില്ല. അവരവരുടെ രീതിയിൽ കൺട്രോൾ ചെയ്ത് അതൊക്കെ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് നോർമൽ ഡെലിവറി ഉള്ളവരാണെങ്കിലും. നോർമൽ ഡെലിവറി ആണെങ്കിൽ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് 2 to 3 days കഴിഞ്ഞിട്ട് അവർ ഇതുപോലെ പ്രസവം നിർത്തേണ്ട കാര്യം ഒക്കെ ചെയ്യുന്നതാണ്. അതല്ല നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ 45 days എന്തോ കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്യാറ്. അപ്പോൾ എന്താണെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. പിന്നെ ചിലവരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് നടുവേദന അല്ലെങ്കിൽ ഈ ചെയ്ത ഭാഗത്ത് കുത്തിയുള്ള വേദന, മറ്റു തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ചിലർക്കൊക്കെ ഉണ്ട്. ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് വാസക്ടമി എന്ന് പറയുന്ന സംഭവമുണ്ട്. അവർക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. പൊതുവേ ആണുങ്ങളുടെ കാര്യം ആരും പറയാറില്ലല്ലോ, സ്ത്രീകളുടെ കാര്യം മാത്രമല്ലേ പറയാറുള്ളൂ. സ്ത്രീകൾക്കുള്ള ഒരു പ്രൊസീജിയറിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.